അവര് പള്ളിയിൽ നിന്ന് ഇറങ്ങിട്ടാ. അതെ തോപ്പുമടി പോണല്ലോ. ഇപ്പഴാ വെയിറ്റ് ചെയ്യട്ടാ. ആഴ്ചയിലൊരിക്കണ ഇവരൊക്കെ ഒന്ന് അടുത്ത് കാണാൻ കിട്ടണത് അപ്പോഴാണ്. ആര്? റോസ് വില്ലയിലെ മാലാകന്മാര് വായം പൊളിച്ച് ഒന്നൊപ്പം വരും. വന്നടാ. ഇതെന്താണ്? ഇതുങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് ചോര കുടിച്ച് തീർക്കുമല്ല. ഇപ്പൊ നിങ്ങളുടെ കൊണ്ടുപോകാ സാഹിബ്, കണ്ടതൊക്കെ മതി. ഓരോന്ന് ഇറങ്ങിക്കോളും ഫോട്ടോ കാണാനായിട്ട്. ഓ ഇവൾക്കൊക്കെ എന്താണല്ലോ എവിടെ മക്കളെ ഒന്ന് കാണട്ടെ. ഈ എട്ടിയെങ്കിലും കൂടി ഒന്ന് കാണട്ടെ കബീറെ. ഈ ആനയുടെ ഫോട്ടോ അങ്ങോട്ട് ക്ലിയർ ആയിങ്ങടാ. ആനയൊക്കെ ഏജ് ഓവർ ആയില്ലെങ്കിൽ പിന്നെ നീ ആനയുടെ പഴയ ഫോട്ടോ ഒന്ന് കാണണം. ഒരുത്തനും കുടുംബത്തിൽ കിടന്നിറങ്ങൂല ഇപ്പോഴും. ഞാൻ നിന്റെ വീട്ടിലേക്കാ പോണേ. ഇത് ഞാൻ അവിടെ കൊടുത്തോളാം. അവൾ പോട്ടടാ, നീ വിഷയാക്കണ്ട. അവളെങ്ങാനും കേസ് കൊടുത്ത നമ്മയൊക്കെ തൂങ്ങും. പണിയായാലും ഇപ്പൊ എന്നെ കുടുംബക്കാരെ കൊല്ല. ആ അതൊക്കെ കലങ്ങും. ആ സായിപ്പേ, ഹലോ ഹലോ, ബ്യൂട്ടിഫുൾ ഗേൾസ്. വടിക്കുറ്റം തീർന്ന പാർട്ടിയാണ്. ഞാൻ ഇപ്പോഴല്ലേ മൂത്തിട്ട് നോക്കിയത്. എന്താ ഏഞ്ചൽ, ഇത് നിന്റെ ബ്രദറിന്റെ? അവൻ ജംഗ്ഷനിൽ വരുന്നത് ഓട്ടോ ഓടിക്കാനല്ല, ഫോട്ടോ എടുക്കാനാ. അറിയാലോ, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപദ്രവിക്കരുതെന്ന് അവനോട് പറയണം. ഇനി ഇതുകൊണ്ട് അവൻ ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുക്കരുത്. എന്റെ റബ്ബേ, നീ എന്താ പെണ്ണെ കാണിച്ചേ? ഒച്ച എടുക്കണ്ട. ബാത്റൂമിൽ കയറി ഉമ്മയും മോളൊന്ന് ചെക്ക് ചെയ്തോ. മകൻ ചിലപ്പോ ക്യാമറ വെച്ചിട്ടുണ്ടാവും. ഈ പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ ആളില്ലേ ഇവിടെ? ഒന്ന് വേഗം പാടോ. താനെന്താണോ രാവിലെ ചാടിച്ചാവാനറിയണ? കാല് തെറ്റിപ്പോയതാ. യവനൊക്കെ എവിടെ നിന്ന് വരണ? ബോട്ടിൽ കയറണ ആദ്യമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഈ ബോട്ടും വഞ്ചിയൊന്നും ഇല്ലല്ലോ. എവിടുന്നാ വരണേ? രാജകുമാരി. അതല്ല, ഏതോ നാട്ടിൽ നിന്നാ ചോദിച്ചേ. അത് തന്നെ ഏട്ടായി പറഞ്ഞേ. രാജകുമാരി ഈ കോതമംഗലം നേര്യമംഗലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുവഴി നേരെ കിഴക്കോട്ട് പോയാ മതി. രാജകുമാരി സിറ്റി വലിയ ഫേമസ് അല്ലായോ? രാജകുമാരനെ എങ്ങോട്ടാ എഴുന്നള്ളുന്നേ? ഇവിടെ ഫോട്ടോ വെച്ചിൽ ഒരു ജോലി കിട്ടിയിട്ട് വന്നതാണ്. നമ്മുടെ സൈമൺ സീ ഫുഡ്സില് കേട്ടിട്ടില്ലേ? ഈശോയെ, ദേ കപ്പല്. എന്റെ കുരിശുപള്ളി മാതാവേ, ഞാൻ എന്നതായി കാണുന്നത്? ചേട്ടായി നോക്കിയേ മാതാവ. ഒന്ന് വെറുതെടപ്പ. ഇത് എവിടെ നിന്നാണ് വരണത്? പിന്നെ മാതാവ. ഓ, എന്നാ ഒരു നിറവാ എന്റെ മാതാവേ. പാലപ്പത്തിന്റെ നിറമല്ലായോ? ഹലോ, ഒന്ന് മിണ്ടാരിടാ. എന്നാ സ്ഥലം എത്തുമ്പോ പറഞ്ഞേക്കാട്ടാ. അതുവരെ താനിഞ്ഞ് മിണ്ടാലണ്ടല്ല. ഞാൻ ഈ വണ്ടി ഓടിച്ചോണ്ടേ കായലിൽ തത്തും. വണ്ടി കയറിയപ്പോ തുടങ്ങിയ കത്തിയാണ്. ഓ, ഞാനൊന്നും മിണ്ടല്ലേ. കൺട്രോൾ പോയി കിടക്കണേ. എന്താ സിസിലി? അയ്യോ, ചിരി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കളയല്ലേ. ചിരിക്കണ്ടേ? നല്ല തമാശ എന്നോട് പറ, ഞാൻ ചിരിക്കാം. അല്ല, മുതലാളി കുറെ നേരമായല്ലോ സൗന്ദര്യം നോക്കണേ. നീയോ നോക്കുന്നില്ല, ഞാനെങ്കിലും നോക്കണ്ടേ സിസിലി? പണിയെടുക്ക് വേണ്ടേ? പഴുത്ത് തുടങ്ങിട്ടോ. നല്ല കുടിയാണല്ലേ. കംപ്ലീറ്റ് ലേഡീസ് ആണല്ലോ ഇച്ചായ. ഹലോ, ആരാ? ഞാനോ? എബി. എബിയോ? അച്ഛൻ പറഞ്ഞിട്ട് വന്ന. ഏതച്ഛൻ? ആരുടെ അച്ഛൻ? രാജകുമാരിയിലെ ബത്ലഹേമിലെ പൗലോസ് അച്ഛൻ ഇല്ലയോ? ഇന്നലെ വിളിച്ചായിരുന്നല്ലോ, കത്ത് തന്നിട്ടുണ്ട്. ഓ, ആ കുരിശ് ഈ രൂപത്തിലാണോ? ആ നീ വന്നേ. പുള്ളി നമ്മുടെ സ്വന്തം ആളാട്ടോ. ഞാനിവിടെയൊക്കെ തന്നെ കാണും. കാണാം.
വെച്ചോ പോത്തെ. എന്റെ തൊഴിലാളി മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ പൗലോസ് നിന്നെ കൊണ്ട് വിട്ടത്? ഇരിക്കെ. പൗലോസ് അച്ഛൻ പറഞ്ഞു എനിക്ക് ശരിക്കും പരിചയമായി പോയി. അതുകൊണ്ടല്ല ഇച്ചാനെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലായേ. എന്നെ കുറിച്ച് എല്ലാ അച്ഛനും എന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. പൗലോസ് അച്ഛൻ പറഞ്ഞ പോലെ കണ്ടിട്ട് നീ ആൾ അത്ര വെടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. അയ്യോ ഇച്ചായ, സത്യമായിട്ട് ഞാൻ ഡീസന്റാ. പൗലോസ് അച്ഛൻ പറഞ്ഞല്ലേ, എന്തായാലും പെട്ടിയും കിടക്കായിട്ട് വരികയും ചെയ്തു. തൽക്കാലം ഇവിടെ കൂടി. ഇവിടെയോ? എന്നെ നാറ്റം വന്നേ. ഇവിടെ എങ്ങനെ മനുഷ്യന്മാര് താമസിക്കണേ? ഇത് അത്തറ് കമ്പനി അല്ല. ഞാൻ ഇച്ചാന്റെ വീട്ടിൽ താമസിച്ചോളാം. നല്ല കാര്യായി. എന്നാ പിന്നെ വല്ല ലോഡ്ജിലോ മറ്റോ കൊടുക്കണം. വാടകാശിന്റെ മറ്റോ കൊടുക്കുവോ? എടാ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാ, അതിനൊക്കെ മുടിഞ്ഞ കാശാ. പിന്നെ ഒരു സ്ഥലമുണ്ട്, പണ്ട് എനിക്ക് പണയമായിട്ട് കിട്ടിയൊരു പഴയ ബംഗ്ലാവാ. അതിന്റെ മേലത്തെ നില ഒഴിഞ്ഞു കിടക്കുക. നീ അവിടെ കുടിക്കോ? അങ്ങനെ വഴിക്കുവാ. മാതാവിന് ഒരു കൂടെ മെഴുകുതിരി നിറഞ്ഞാ ഞാൻ പോന്നെ. പിന്നെ ഒരു കാര്യം, ആ വീടിന്റെ താഴത്തെ നിലയില് 3 സ്ത്രീകളാ താമസിക്കുന്നത്. ആ വീടിന്റെ അവകാശികളാ അവര്. ഓ നന്നായി. മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആളുണ്ടല്ലോ, ബോറടിക്കില്ല. നീ അങ്ങനെ ബോറടി മാറ്റണ്ട. മാത്രമല്ല ആ ഭാഗത്തേക്ക് നീ നോക്കണ്ട. ഇവിടുത്തെ തിരക്കൊന്നും ഒഴിയട്ടെ, ഞാൻ കൂടെ വന്ന് എല്ലാം ഏർപ്പാടാക്കി തരാം. പിന്നെ ഇച്ചാന വഴിയെന്ന് പറഞ്ഞ ഞാൻ പൊക്കളാന്നേ. എടാ അത് ഇത്തിരി ദൂരെയാ. അതൊന്നും സാരമില്ല. എന്നതാ അവിടുത്തെ പേര് പറഞ്ഞേ? റോസ് വില്ല. അത് കഴിഞ്ഞില്ലേ അനി? നോ. ഏഞ്ച് പോയപ്പം വെള്ളനൂല് വാങ്ങുന്ന കാര്യം പറയാൻ മറന്നുപോയി. ഒരു സെൽഫോൺ വാങ്ങാൻ പറയണം അവളുടെ അടുത്ത്. മറക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരുമ്പോ വിളിച്ചു പറയാലോ. വേഗം പറയണേ, എന്നിട്ട് വേണം അവൾക്ക് ഹെലൻ ഗ്രാൻഡ്മയുടെ ഗോസ്റ്റ് കയറാൻ. വന്നെന്ന് തോന്നുന്നു. ഹലോ അനി, മേഴ്സി എവിടെ? What you want? വെറുതെ അല്ല, കാര്യം നമ്മ ഇവിടെ അടുത്താണ് താമസിക്കണെങ്കിലും നിങ്ങയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായില്ല. ഓരോരോ തിരക്ക്, ഈ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ. അത് എഡിയുടെ ബിസിനസ് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിനെ ഒരുത്തിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ. ഹൈ ഡോണ, അതെന്റെ അകന്ന റിലേഷനിൽപ്പെട്ടൊരു കുട്ടിയാ. കൊറേ ആയി ഞങ്ങൾ ഓൺ ചെയ്യുന്നു. ഇനി നൈറ്റിൽ അവിടെ കാറുകൾ വരുന്നത് കണ്ട ആ ഹൗസ് ഓണർക്ക് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. അയ്യോ ചതിക്കല്ലേ, ജീവിക്കണ്ടേ മേഴ്സി? ജീവിക്കാൻ ഇങ്ങനെ ഒരു ജോബേ എഡിക്ക് കിട്ടിയുള്ളൂ. അയ്യോ നമ്മക്കല്ല, ഡോണക്ക് കാണാൻ സൗന്ദര്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. അത് വാങ്ങാൻ ധാരാളം ടൂറിസ്റ്റുകളും വരണുണ്ട്. ചോദിക്കണ മണിയും കിട്ടും. പിന്നെന്നാണ് പ്രോബ്ലം? പിന്നെ നിങ്ങ അറിഞ്ഞ ഡോണ കാറ് വാങ്ങാൻ പോണേണ്. നിങ്ങ ഒന്ന് മനസ്സിൽ വെച്ചാ നിങ്ങക്ക് മേടിക്കാൻ കാറ് എല്ലാ സെറ്റപ്പ് ഈ എഡിയെങ്കിലും ചെയ്തു തരാം. അവളെ നിങ്ങ പേടിച്ചാ മതി. അല്ലെങ്കിൽ തന്നെ അവള് നിങ്ങളെ മദറൊന്നും അല്ലല്ല. പിന്നെ എന്തിനാ നിങ്ങ അവളെ പേടിച്ചിരിക്കണത്? അവൾ ഒരുത്തിയാ നിങ്ങളെയൊക്കെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത്. അതെ, ഞാനേ ഒരു കേക്കിന് ഓർഡർ കൊടുക്കാൻ വന്നു. പിന്നെ മോളെ എഡിയങ്ങള് അത് അനിയെ വിട്. മേഴ്സി പാവം, അവളിങ്ങനെ നിർത്തിയാ മതിയോ? അവക്കും വേണ്ട ഒരു ലൈഫ്. നീ കണ്ടോ, ഒരിക്കൽ നിന്റെ ഈ ആന്റിമാരെയൊക്കെ നമ്മ ഇവിടുന്ന് ചാടിക്കും. വേണ്ടി വന്നാ നിന്നെ ചാടിക്കും, കുറിച്ചിട്ടോടി. എന്നിട്ട് കഞ്ചാവ് പൊടിച്ച് വട്ടായി നടക്കുന്ന സായിപ്പന്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട്. പിശാചേ, God is our refuge and strength, and ever-present help in trouble. Therefore, we will not fear, though the earth give way, and the mountains fall into the heart of the sea. Though its waters roar and foam, and the mountains quake, and its urging. There, sir.
അടുത്താണോ വീട്? ആ എത്രയായി? 40 അയ്യോ അതെത്ര കൂടുതലാ ചേട്ടായി. മീറ്റർ കാശടപ്പാ. ഓ അതെന്നാ ഒരു മീറ്ററാ ചേട്ടായി. ശരി. ഹലോ വരണം വരണം. ഹലോ. അയ്യോ വാ വാ. തബലയൊക്കെ ഇരിക്കാൻ നിൽക്ക്. അയ്യോ ഇത് തബലയല്ല, ഗിത്താറാ ചേട്ടായി. ഒരുത്തനങ്ങോട്ട് കേറിപ്പോയിട്ടുണ്ട്. ഇത് ഇങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നേ? അവരവിടെ എന്ത് വേണമെങ്കിലും ആവട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യണ്ട. വേണ്ട ഏഞ്ചൽ, വെറുതെ എഡിയുടെ വാശി കൂട്ടണ്ട. അയാളൊക്കെ ഏത് ലെവൽ വരെ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഹലോ പോലീസ് സ്റ്റേഷൻ. സൈമൺ സീ ഫുഡ്സ്. സൈമൺ സാറോ? പിന്നല്ലാതെ ഒറ്റയ്ക്ക് പോണ്ട, കൂടെ വരാന്ന് പുള്ളി പറഞ്ഞതാ. ഞാനാ പറഞ്ഞ വേണ്ടാന്ന്. ഈ അഡ്രസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ലേ, പിന്നെ നമ്മളൊക്കെ എന്നെ അതിന് ആണായിട്ട് ജനിച്ചത്. അതിനായും എനിക്ക് ഈ ലോഡ്ജും ഹോട്ടലും ഒന്നും പറ്റത്തില്ലാന്നേ. വീടാവുമ്പോ നമ്മുടെ ഇഷ്ടത്തിനാവാലോ. ചേച്ചിക്ക് എന്നെ ഇഷ്ടമായോ? ഇനി ഞാനുണ്ടാവും കുറെ നാള് നിങ്ങളുടെ കൂടെ. പാക്കേജ് ആണോ? ആ അങ്ങനെയും പറയാം. പക്ഷെ എനിക്കും എടുക്കുമ്പോ ആ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അതിപ്പോ നമ്മ തമ്മി റേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓ അതൊക്കെ നിങ്ങൾ സൈമച്ചാനായിട്ട് ആലോചിച്ച് തീരുമാനിച്ചോന്നേ. അല്ല ഇങ്ങനെ ഒരു ചേട്ടൻ ഇവിടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ അങ്കിളാണേ, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വന്നും പോയി. അല്ല എന്റെ മുറി എവിടെയാ? ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. ഓ ധൃതി വെക്കലേ എന്റെ മോനെ, പാക്കേജ് അല്ലേ, സമയമുണ്ട്. ഒച്ച കള്ള. ഏഞ്ചൽ, ഡിന്നർ എടുത്തു വെച്ചിട്ട് എത്ര നേരമായി? വാ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? ആ റാസ്കലിനെ പോലീസ് പൊക്കിക്കൊണ്ടു പോകുന്ന എനിക്ക് കാണണം. നീങ്ങ വന്നേ, നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട. വാ. ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, ഈ ഓട്ടോക്കാര് പറ്റിച്ച പണിയാ. ഞാൻ ഈ റോസ്വില്ല അന്വേഷിച്ചു വന്നു. ദാ, ആ കാണുന്നതാ റോസ്വില്ല. ഓ ഈ ഓട്ടോക്കാരുടെ ഓരോ പരിപാടി. മേലെ ഈ ഏരിയ കണ്ട അടിച്ചിന്റെ വിശ്വാസേ. അവിടെ ഒന്നല്ല 3 ഉണ്ട്. കൊണ്ടുപോയി തിന്നെ. ആകെ പെട്ടു പറഞ്ഞാ മതിയല്ലോ. റോസ്വില്ലിലേക്കാ പോണ്ടേ 100 വട്ടം ഞാൻ ആ ഓട്ടോക്കാരനോട് പറഞ്ഞ. അയാള് പറ്റിച്ച പണിയാ. വീട് മാറി കേറിന്നേ. എന്താ എന്താ കാര്യം? ഞാനിവിടെ താമസിക്കാൻ വന്നതാ. സൈമച്ചാനെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. ഇച്ചാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലായിരുന്നോ? ഈ രാത്രി ഞാൻ അങ്ങോട്ട് പോവാനാ. താമസിക്കാൻ വന്നതാ. എന്താ ഇവിടെ കുട്ടിയാണോ ഫോൺ ചെയ്തത്? സർ ഇയാൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നു. എന്താണ് നിന്റെ പ്രശ്നം? സാർ ഞാൻ നീ ഏതാടാ? രാജകുമാരിയില്. രാജകുമാരി ഓരോ വിടക്കൾ ഇറങ്ങിക്കൂടി മനുഷ്യന് പണിയുണ്ടാക്കാൻ. ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങി കട്ട് ചെയ്യാം. വിസ്കിയും ബിയറും ഫുഡും വിളമ്പി നാട്ടുകാരെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാം. എന്നിട്ട് കേക്കിന്റെ കാശ് ചോദിക്കുമ്പോൾ മാത്രം എല്ലാവർക്കും എന്തായാലും ഡിലേ. 100 കുറ്റു. എന്താ അനിമ? വാട്ട് ഹാപ്പൻഡ്? സൈമൺ വന്നിരുന്നു. എന്തിന്? Stop it!
ഹലോ, ഞാൻ എബി, സൈമൺ സീ ഫുഡ്സിലെ സൈമച്ചായം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഇന്നലെ രാത്രി ഹലോ, പരിചയപ്പെട്ടില്ലല്ലോ. ഹലോ, ഇതെന്നെ പോകാന്നേ. ഹലോ, ഞാൻ ഒന്ന് പറയട്ടെ. ഒന്ന് കുഴപ്പമായോ? ആരോട് ചോദിച്ചിട്ട് അവനെവിടെ കയറ്റി താമസിപ്പിച്ചത്? പിന്നെ സൈമണോട് നമ്മൾ നോ പറയണോ? ഇതിപ്പോ അയാളുടെ വീടാ. നിന്റെ ഡാഡി അയാൾക്ക് പണയം വെച്ച വീട്. നിനക്കതറിയാലോ. കാശ് ചോദിക്കാനും നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാനും കാലം എത്രയായിട്ട് സൈമൺ വരാതിരുന്നത് അയാളൊരു ജെന്റിൽമാൻ ആയതുകൊണ്ടാ. നമ്മുടെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ടാ. ആ സൈമൺ വന്ന് നിർബന്ധിക്കുമ്പോ നോ പറയാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? Tell me. നിങ്ങൾക്ക് എന്താ? പുറത്തിറങ്ങി ആളുകളെ ഫേസ് ചെയ്യേണ്ടത് ഞാനാ. ആകെ അല്പം സ്വസ്ഥതയുള്ളത് ഈ വീട്ടില. അത് കളയാൻ ആര് പറഞ്ഞിട്ടായാലും അങ്ങനെ ഒരുത്തൻ ഇവിടെ വേണ്ട. ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഏഞ്ചൽ, നോ, ഏഞ്ചൽ. അനിമ, 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 ഏഞ്ചൽ, അനിമ, ഏഞ്ചൽ, അനിമ, അനിമ, അനിമ. നീ പോയി ഡോക്ടറെ വിളിക്ക. മെന്റലി സ്ട്രെയിൻ ചെയ്തതിന്റെ നോക്കണ്ട, ഒരു അടി വെച്ചത് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഒരു 100 കൂട്ടം പണിയുള്ളപ്പോഴാ. അങ്കിൾ, ആ താങ്ക് യു. ആ എന്നിട്ട് എവിടെ? അയാളുടെ മുകളില് ഞാൻ കണ്ട് സംസാരിക്കണോ സൈമനോട്? വേണ്ട, അവനെ ഇവിടെ നിർക്കാൻ ഞാൻ മാത്രം മതി. വെറുതെ വേളത്തിൽ നിൽക്കണ്ട. അങ്ങനെ ഒരു പോർഷൻ ഈ വീട്ടിൽ ഇല്ലാന്ന് കരുതിയാ മതി. എന്തിനു വേദനയുള്ള നിന്റെ ഈ എടുത്തുചാട്ടം ഉണ്ടല്ലോ, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. 3 പേരോടും കൂടെ പറയുന്നേ. എന്താ നിങ്ങളുടെ പ്ലാൻ? ഇങ്ങനെ അങ്ങ് ജീവിച്ചു തീർക്കാനാണോ? അതുപോരാ. എന്നോടൊരാൾ മെഴ്സിയെ കുറിച്ച് അന്വേഷിച്ചു. ഐ മീൻ എ മാരേജ് പ്രപ്പോസൽ. സാമുവലെങ്കിൽ പറയൂ, ആരാ? വൺ മിസ്റ്റർ ജസ്റ്റിൻ. ആളൊരു വിഡോവറാണ്. ഈ സെക്കൻഡ് മാരേജ് ആണെന്ന് വെച്ച് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല. ആ ബന്ധത്തിൽ അയാൾക്ക് കുട്ടികളോ മറ്റ് ലയബിലിറ്റീസോ ഒന്നുമില്ല. കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാം. മെഴ്സിയെ പള്ളി വെച്ചവർ കണ്ടിട്ടുണ്ട്. അവർക്ക് വേറെ ഡിമാൻഡ്സ് ഒന്നുമില്ല. ഇനി മെഴ്സിയുടെ സമ്മതമാണ്. സോറി അങ്കിൾ, ലീവ് മീ. മെസ്സിമ, നീ വെറുതെ ഇരി. മെഴ്സിമ പ്ലീസ്. നോ ഏഞ്ചൽ, എൻ്റെ മാരേജ് കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവോ? വരുന്നയാള് നിന്റെ പപ്പയെ പോലൊരു ക്യാരക്ടർ ആണെങ്കിലോ? അതെല്ലാരും അങ്ങനെ ആവണമെന്നുണ്ടോ? ഐ നോ, ബട്ട് ഞാൻ ഇവിടുന്ന് പോയാ വയ്യാത്ത അനിമയെ കൊണ്ട് തനിച്ച് നീ എന്ത് ചെയ്യും? ഏഞ്ചൽ, ഇനി നിനക്കാണൊരു ലൈഫ് ഉണ്ടാവേണ്ടത്. എനിക്കും അനിമയ്ക്കും ഇപ്പൊ അങ്ങനെ ഒരു ഡ്രീമേ ഉള്ളൂ. നിന്റെ ലൈഫ്, നിന്റെ ഫ്യൂച്ചർ. അതെ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ. അതേ ഞാനും ആലോചിച്ചുള്ളൂ. എൻ്റെ ഫിലിപ്പിൻ്റെ മക്കൾ എൻ്റെയും മക്കളാണ്. ആ സ്നേഹവും സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ വന്ന് പറഞ്ഞത്. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എന്തായാലും ലൈഫ് വേസ്റ്റ് ചെയ്യരുത്.
ഞാൻ എബി മേളത്തെ വയലിൻ കലക്കനായിട്ടുണ്ട് കേട്ടോ. ഞാൻ കേട്ടു. ഞാൻ ബൈബിള് വായിച്ചോണ്ടിരിക്കുമ്പോ